യു എ നമ്മൾ മെയിൻലി സ്റ്റാൻഡ് ഫോർ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ആണ്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് നോക്കുമ്പോൾ അതിൽ കാണുന്ന ഐക്കണോഗ്രഫി, കളറ്, ലേഔട്ട്സ് ഇതൊക്കെ യു എയുടെ പാട്ടാണ്. അപ്പം ഞങ്ങൾക്ക് മല്ലു ഡിസൈൻസ് തന്നെ കാണാം. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എന്താ ഞങ്ങൾക്ക് ട്രസ്റ്റാണ് കൂടുതൽ മല്ലു ഡിസൈനേഴ്സ്. പിന്നെ നല്ല ഡിസൈൻസ് സെർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മല്ലു പീപ്പിൾസ് തന്നെ വേണമെന്നൊരു പറഞ്ഞിട്ടുണ്ട്. ചില ക്ലയൻസ് നമുക്ക് ഗോസ്റ്റിങ് തരും, പേയ്മെൻറ്റ് ഡിലേ വരുന്നുണ്ട്, അങ്ങനത്തെ ചില ഇഷ്യൂസേ ഉള്ളൂ. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് ഫ്രീലാൻസിങ് ആണ്. അതെ, യു എക്സ് എന്ന് പറയുമ്പോൾ യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കും. ലൈക്ക് നമുക്കൊരു പ്രൊഡക്റ്റ് ഡിജിറ്റലി ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഈസി ടു യൂസ്, സ്മൂത്ത്ലി അണ്ടർസ്റ്റാൻഡ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് യൂസർ എക്സ്പീരിയൻസിൻ്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ മെയിൻലി നോക്കുന്നത്. പക്ഷേ സ്കില്ലബിൾ ഡെവലപ്പേഴ്സ് കുറവാണ് ആക്ച്വലി. അറൗണ്ട് ഒരു 6-7 ഡെവലപ്പേഴ്സോട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓരോ പ്രൊജക്ട്സിനും. പിക്സൽ പെർഫെക്റ്റ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിനായിരിക്കും എപ്പോഴും വാല്യൂ. ആക്ച്വലി നമുക്കൊരു ഹെൽപ്ഫുൾ ആണ്. ഒരിക്കലും ജോബ് നമ്മുടെ പോകത്തില്ല, പക്ഷേ വോളിയം കുറയ്ക്കും പീപ്പിൾസിൻ്റെ. ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എങ്ങനെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം നമുക്ക്? റൂൾ നമ്പർ 1, ഒരിക്കലും പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പം ട്രാവലിംഗ് ആപ്പ്, ഈ ബുക്കിംഗ് ആപ്പ് അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ചെയ്യില്ല. റിയൽ ലൈഫിലൊരു പ്രോബ്ലം ഉണ്ട്, അതിന് സൊല്യൂഷൻ ചെയ്യുമ്പോഴേക്കും എപ്പോഴും ഇമ്പാക്റ്റ്. യു ഐ ഡിസൈൻസിന് യൂസ് ചെയ്യാൻ പറ്റിയ AI ടൂൾസ് ഏതൊക്കെയാണ്? ഓക്കെ, റെല്യൂം ഉണ്ട്, UI സൈഡ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസ് പറയും സ്കില്ലാന്ന്. ബട്ട് ഒരു ടയർ 1 ടയർ 2 MNC നമ്മൾ നോക്കുവാണെങ്കിൽ ഡിസൈൻ ഡിഗ്രി മസ്റ്റ് ആയിരിക്കും. സെൽഫ് ബ്രാൻഡിങ് ഒരു കീ ആണ്. ലൈക്ക് ഡിസൈനറെ സംബന്ധിച്ച് സെൽഫ് ബ്രാൻഡിങ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഗൗതമാണ്. ഗൗതം ഒരു UX ഡിസൈനറാണ്. അപ്പോൾ ഗൗതത്തിൻ്റെ ജേണിയൊക്കെ നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഈ UX ഡിസൈനിങ്ങിലേക്ക് എത്തിയത്? ആക്ച്വലി ഞാൻ എൻ്റെ +2 ലൈഫ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടുത്തെ ഈ ചെറിയ ഇവൻ്റൊക്കെ ലൈക്ക് ബർത്ത്ഡേ ഇവൻറ്റ്സ് അങ്ങനെ ഉള്ള സമയത്ത് ഞാൻ പിക്സാർട്ട് ആ സമയത്തുള്ള പിക്സാർട്ടിൽ ചെറുതായിട്ട് ഡിസൈൻ ചെയ്യുമായിരുന്നു. അങ്ങനെ അത് സ്കൂളിൽ ഒക്കെ ട്രെൻഡിങ് ആയിരുന്നു. അപ്പം ഞാൻ മാത്രമുള്ളായിരുന്നു ഡിസൈൻ നല്ല ചെയ്യുന്നത്. അതങ്ങനെ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്ത് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ മാം എന്ന് പറയുമായിരുന്നു, അന്ന് ഡ്രോയിങ് സ്കില്ലും എനിക്ക് അത്യാവശ്യമുണ്ട്. മാം പറഞ്ഞിരുന്നത് നിനക്ക് നല്ല ക്രിയേറ്റീവ് ഫീൽഡിൽ നല്ല ചെയ്യാൻ പറ്റും, സോ ആ ഫീൽഡ് ചൂസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മൾട്ടിമീഡിയ എന്നൊരു ഇതെടുക്കുന്നത്. അറൗണ്ട് ഒരു 3 ഇയർ കോഴ്സായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഫസ്റ്റ് കമ്പനി വെബ് ആൻഡ് ക്രാഫ്റ്റ് ആയിരുന്നു. വെബ് ആൻഡ് ക്രാഫ്റ്റിൽ അറൗണ്ട് ഒരു 2 ഇയർ വർക്ക് ചെയ്ത് അവിടെ നിന്നൊരു 62 ഡിസൈനേഴ്സായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പം ലൈക്ക് ഗ്രാഫിക് ഡിസൈനേഴ്സ്, UI UX, പ്രോഡക്റ്റ് ഡിസൈനേഴ്സ്, അങ്ങനത്തെ കുറേ ഡിസൈനായിട്ട് കൊളാബറേറ്റ് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ലേൺ ചെയ്തു. ടെക്നോപാർക്കിൽ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ഒരു 2 ഇയർ വർക്ക് ചെയ്തു. ആ ടൈമിൽ എനിക്ക് ഫ്രീലാൻസിലേക്ക് ഒരുപാട് പ്രൊജക്ട്സ് വന്ന സമയമായിരുന്നു. അറൗണ്ട് ചില മന്തിലൊക്കെ എനിക്ക് 3-4 വർക്ക്സ് വരാൻ തുടങ്ങി. അപ്പം എനിക്ക് റിയലൈസ് ചെയ്ത് ലൈക്ക് എന്തുകൊണ്ട് സ്വന്തമായിട്ട് ഓൺ കമ്പനി ബിൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ എൻ്റെ ഒരു co-founder ഉണ്ട്, എബി എന്ന പേര്. പുള്ളിയായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് സീബ്ര ഡിസൈൻ എന്നൊരു സ്റ്റുഡിയോ. ലൈക്ക് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് 4 മന്ത് ആയിട്ടുള്ളൂ. ലൈക്ക് അറൗണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു 7+ ക്ലയൻസ് ഉണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോബ്, ഫ്രീലാൻസ്, കമ്പനി, ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തത്? ജോബിൽ നിന്നുകൊണ്ടിരുന്നപ്പോഴാണ് തന്നെയാണോ ഫ്രീലാൻസിങ് ഹാൻഡിൽ ചെയ്തത്? അത് ജോബ് കിറ്റ് ചെയ്തിട്ടാണോ? അല്ല, ആ ടൈമിൽ എനിക്ക് ജോബിനോട് തന്നെ ഞങ്ങൾ ഫ്രീലാൻസ് ചെയ്തത്. ലൈക്ക് എനിക്ക് 9 to 5 ജോബാണ്. അത് കഴിഞ്ഞ് എന്തായാലും നമുക്ക് പിന്നെ ഫ്രീ ടൈം ഉണ്ട്. അറൗണ്ട് നൈറ്റ് ഒരു 3 PM ചിലപ്പോൾ ഞങ്ങൾ ഫ്രീലാൻസ് ചെയ്തിട്ടുണ്ട്. ചില ടൈം ഞങ്ങൾ ഫുൾ ടൈം നൈറ്റ് ഇരുന്ന് വർക്ക് ചെയ്ത സമയങ്ങളൊക്കെ ഉണ്ട്. കാരണം ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ചെയ്യാനുള്ള സമയം നമുക്ക് ഒരുപാട് വേണമായിരുന്നു. ബേസിക്കലി ആ സമയം നമ്മൾ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്ത് നൈറ്റ് ടൈം ആയിരുന്നു. എന്താണ് UI, എന്താണ് UX? UI നമ്മൾ മെയിൻലി സ്റ്റാൻഡ് ഫോർ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ആണ്. ലൈക്ക് നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് നോക്കുമ്പോൾ അതിൽ കാണുന്ന ഐക്കണോഗ്രഫി, കളറ്, ലേഔട്ട്സ് ഇതൊക്കെ UIയുടെ പാട്ടാണ്. ലൈക്ക് അതിൽ ഫോണ്ട് ഈവൻ ഡോട്ട് വരെ നമുക്ക് UIയുടെ പാട്ടായിട്ട് വരും. കാരണം നമ്മൾ അത്രയും റിസർച്ചും റെഫറൻസും ഒക്കെ ആയിട്ട് ടേക്ക് ഇട്ടാണ് ചെയ്യുന്നത്. അതാണ് മെയിൻലി യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ നമ്മൾ പറയാറ്. എന്താണ് UX? UX എന്ന് പറയുമ്പോൾ യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കും. ലൈക്ക് നമുക്കൊരു പ്രൊഡക്റ്റ് ഡിജിറ്റലി ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഈസി ടു യൂസ്, സ്മൂത്ത്ലി അണ്ടർസ്റ്റാൻഡ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് യൂസർ എക്സ്പീരിയൻസിൻ്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ മെയിൻലി നോക്കുന്നത്. UI ഡിസൈൻ ചെയ്യുമ്പോൾ ക്രിയേറ്റിവിറ്റി എങ്ങനെ കൊണ്ടുവരാൻ പറ്റും ആ ഡിസൈൻസിലൊക്കെ? മോസ്റ്റ് ഓഫ് ദി ഞാൻ യൂസ് ചെയ്യാറെന്ന് വെച്ചാൽ റെഫറൻസ് എടുക്കും. ഇപ്പോൾ എനിക്കൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 8 hour ആണെങ്കിൽ അതിലൊരു 5 hour ഞാൻ റെഫറൻസിനാണ് ടേക്ക് ചെയ്യുന്നത്. ഒരുപാട് സമയം റെഫറൻസ് എടുത്തെടുത്ത് ഇങ്ങനെ ഇരിക്കും. കാരണം പിന്നെ ആ ടൈമിൽ ഞാൻ മ്യൂസിക്കും കേൾക്കും, സ്പോട്ടിഫൈ ആയിരിക്കും. കാരണം മ്യൂസിക് ഈ റെഫറൻസ് ഇതൊരു നല്ലൊരു കോമ്പിനേഷനാണ് സത്യം പറഞ്ഞാൽ. അപ്പം നമുക്ക് ഓണായിട്ട് ക്രിയേറ്റീവ് ആയിരിക്കും. പിന്നെ നമുക്ക് ബാക്കിയുള്ള ടൈമിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഫുൾ ടൈം ഇരുന്ന് നമ്മൾ ഒരിക്കലും
സെപ്പറേറ്റ് ചെയ്യൽ. ലൈക്ക് ഒരു 1 hour ഇരുന്ന് കറക്റ്റ് ചെയ്യുക, 1 hour ഒരു half an hour ചെയ്തിട്ട് ബാക്കി ഒരു ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യുക, ഓരോ ടീ ബ്രേക്ക് എടുക്കുക. ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലാഗ് ആവും, നമ്മൾ ഫുള്ളി ഔട്ടായി പോകും. ലൈക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ക്രിയേറ്റിവിറ്റി വരത്തില്ല നമുക്ക് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ദേഷ്യത്തിലായിരിക്കും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു 1 hour മാക്സിമം വർക്ക് ചെയ്യുക, എന്നിട്ട് ഒരു വാക്കിന് പോവുക, ഓർ ഒരു ടീ ബ്രേക്ക് വന്നെടുക്കുക, ലൈക്ക് പിന്നെ റെഫറൻസ് ചെയ്യാതിരിക്കുക, ഒരു മ്യൂസിക് എൻജോയ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്രിയേറ്റീവ് സൈഡ് ഒരു ഹ്യൂമന് ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ. കണ്ടിട്ടുള്ള വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും തിങ്ക് ചെയ്യുക, പിന്നെ റെഫറൻസ് ടേക്ക് ചെയ്യുക. റെഫറൻസ് ടേക്കുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടി വരും. എക്സാക്ട് കോപ്പി ചെയ്യാനല്ല ഉദ്ദേശിച്ചത്, ലൈക്ക് നമ്മളൊരു റെഫറൻസ് എടുത്തിട്ട് അതിനെ ഇങ്ങനെ നോക്കി പിന്നെ പുതിയ അതിനെ ഇമ്പ്രൂവ് ക്രിയേറ്റിവിറ്റി നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് അങ്ങനെ ഒരു വർക്ക് കൾച്ചറിലേ നമുക്കത് പറ്റത്തുള്ളൂ. അത് ഞാനിപ്പോൾ പറഞ്ഞത് എന്നും പറഞ്ഞ് 1 hour വർക്ക് ചെയ്ത് ചാടിക്കുമ്പോൾ അത് സമ്മതിക്കത്തില്ല ആൾക്കാർ. ഇപ്പം നമ്മൾ ഫ്രീലാൻസ് ഒക്കെ കിട്ടുമ്പോൾ അത് ചെയ്ത് നോക്കിയാൽ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ലൈക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ട് നമുക്ക് കൂടും. സത്യം പറഞ്ഞാൽ കൂടുതലും നൈറ്റ് ടൈമിലാണ് ക്രിയേറ്റിവിറ്റി പീക്ക് ചെയ്യുന്നത്. ലൈക്ക് അറൗണ്ട് ഒരു 10 to 2 PM വരെ ഭയങ്കര നമുക്ക് പ്രൊഡക്റ്റീവ് സമയമായിരിക്കും അത്. പിന്നെ മോർണിംഗ് സമയം നമുക്ക് പ്രൊഡക്റ്റീവാണ്. മോർണിംഗ് ഒരു 9 to 12 ആ സമയങ്ങൾക്ക് നമുക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടും. പിന്നെ അങ്ങോട്ട് ഉച്ച കഴിഞ്ഞാൽ ലാഗാണ്. ഫുഡ് കഴിഞ്ഞിട്ടൊക്കെ ചെയ്ത് നമുക്ക് എന്തായാലും ഒരു സ്ലീപ്പ് വരും. അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു മൂഡിലാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി നൈറ്റ് ടൈമിലും മോർണിംഗ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ പീക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മ്യൂസിക് റെഫറൻസ് ടേക്ക് ചെയ്യുക, അതൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്രിയേറ്റിവിറ്റി കൂടി വരിക. മാക്സിമം റെഫറൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും, നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. പിന്നെ എന്തെങ്കിലും ഡിഫറെൻ്റ് കിട്ടും. പിന്നെ മ്യൂസിക് നമുക്ക് നല്ല ഇതാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത് എല്ലാവർക്കും എനിക്കറിയത്തില്ല, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനങ്ങനെ കൂടുതലും പ്രൊഡക്റ്റ് ആയാലും ഡിസൈൻസ് ആയാലും വെബ് ഡിസൈനൊക്കെ ചെയ്യാറ് ആ സമയം അങ്ങനെ യൂസ് ചെയ്യുന്നത്. കോർപ്പറേറ്റ് വർക്ക് കൾച്ചറിലൊക്കെ അത് ഭയങ്കര പാടാം. കാരണം നമുക്ക് മ്യൂസിക് അങ്ങനെ ഒന്നും പറ്റത്തില്ലായിരിക്കും. ചിലപ്പം നമുക്ക് ടൈം ടു ടൈം ആയിരിക്കും, അപ്പോൾ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പാടായിരിക്കും. ആ ഒരു സമ്മതിക്കത്തില്ല. അവിടെ നമുക്ക് ഭയങ്കര 2x ആണെങ്കിൽ 10x വർക്ക് ചെയ്യേണ്ടി വരും. ആ സ്പീഡായിരിക്കും നമുക്ക് ഇതുണ്ട്. പിന്നെ വലിയ പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ അവർക്ക് ടൈമുണ്ട്, അവർക്ക് അത്രയും ടൈം കൊടുക്കും. സർവീസ് ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ ഷോക്കുക, ലൈക്ക് ഒരു 1 hour 2 hour ഒക്കെ ആയിരിക്കും മാക്സിമം ചിലതിനെ കൊടുക്കുന്നത്. ചിലർക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ ഒരു വെബ് ഡിസൈൻ്റെ പേജസ് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. ബേസിക്കലി ഞാനൊക്കെ ഒരു വെബ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഒരു 4 to 5 days എടുക്കും. കാരണം അത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ചേഞ്ചസ് വരും. നമ്മളിപ്പോൾ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരാളും 5 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ഡിസൈനും തമ്മിൽ നല്ല വ്യത്യാസം വരും. മാക്സിമം നമ്മൾ റിസർച്ചിന് ടൈം എടുക്കുക, ടൈം ചെയ്യുക, റഫറൻസിന് ടൈം ചെയ്യുക, ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുക. ആ ഒരു വർക്ക് ഫ്ലോയിൽ നമുക്കൊരു പ്രോബ്ലം കിട്ടുമ്പം ആ പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമുക്ക് 80% ഡൺ. ആ പ്രോജക്റ്റ് നമുക്ക് തീർന്നു. നമുക്ക് പിന്നെ ബാക്കി 20% ഉള്ളൂ നമുക്ക് ഈ ഡിസൈനോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള. അപ്പം അത് ഫുള്ള് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പിന്നെ റെഫറൻസ് ടേക്ക് ചെയ്യുക, റിസർച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഡൺ. ഒരു ഫ്രീലാൻസ് പ്രൊജക്റ്റ് കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു UX പ്രൊജക്റ്റ് കിട്ടുകയാണെങ്കിൽ എങ്ങനെ പ്രോപ്പറായിട്ട് അത് ഓൺബോർഡ് ചെയ്യാം? ഓക്കെ, ബേസിക്കലി ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാം. എനിക്ക് മോസ്റ്റ് ഓഫ് ദി ക്ലയൻറ്റ്സ് വരുന്നത് ലിങ്ക്ഡിൻ ത്രൂ ആണ്. ലിങ്ക്ഡിൻ ത്രൂ കണക്ട് ചെയ്ത് കയറിയായിരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒരു പ്രോബ്ലം അണ്ടർസ്റ്റാൻഡ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചാറ്റിൽ തന്നെ അവർ പറയായിരിക്കും. ദെൻ ഒരു മീറ്റപ്പ് വെക്കും. മീറ്റിംഗ് കയറി ഡിസ്കസ് ചെയ്യും കാര്യം, അങ്ങനെ എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അവിടുന്ന്. എന്നിട്ട് ദെൻ നമ്മൾ ടീമായിട്ട് നമ്മളിരുന്നൊരു ഡിസ്കഷൻ ചെയ്തിട്ട് നമ്മൾ അവർക്ക് ആയിട്ടൊരു പിന്നെ ഒരു ഡിസ്കഷൻ വെക്കും. എന്നിട്ട് അവരുടെ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കും. ആ സൊല്യൂഷൻ കഴിയുമ്പോൾ അറൗണ്ട് ഒരു 70% അപ്രൂവൽ മേടിക്കും. ദെൻ നമ്മൾ പ്രപ്പോസൽ കൊടുക്കും, ലൈക്ക് ഇത്ര രൂപയാവും ഒരു ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഇൻവോയ്സ് ആയിട്ട് സെൻഡ് ചെയ്യും. എന്നിട്ട് അവിടുന്ന് അവർ അപ്രൂവ് കിട്ടുവാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, POC ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ്ലി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യായിരിക്കും. എന്നിട്ട് നമ്മളൊരു 3 or 4 days കൊണ്ട് ഒരു ചെറിയ അപ്ഡേറ്റ് വർക്ക് കൊടുക്കും. അപ്പം അവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ആ ഡിസൈൻ്റെ കാര്യങ്ങൾസ് എല്ലാം. എന്നിട്ട് നമ്മളത് ആ ഡിസൈൻസ് അപ്രൂവ് ആണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ബാക്കി ഫുൾ കംപ്ലീറ്റ് ഡിസൈനോട്ട് നോക്കും. ഡിസൈൻ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഇൻവോയ്സ് ഷെയർ ചെയ്യും. ലൈക്ക് ലാസ്റ്റ് ഒരു മീറ്റിംഗ് വന്നിട്ട് കംപ്ലീറ്റ് അവർക്ക് വർക്ക് ഡെലിവറി ചെയ്തിരിക്കും. ഓക്കെ. നമുക്കിപ്പോൾ ഈ ഫിഗ്മയിൽ ഫയൽസ് ഹാൻഡിൽ ചെയ്യാനുള്ള കറക്റ്റ് ഒരു പ്രോപ്പർ വർക്ക് ഫ്ലോ എങ്ങനെയാണ്? നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ ക്ലയൻസിൻ്റെ ഒരു ഫിഗ്മ ആയിരിക്കും നമുക്ക് തരുന്നത്. അവർ ബൈ ചെയ്ത് ഫിഗ്മ ഇതായിരിക്കും ആ ഫയൽസിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അത് നമ്മൾ എല്ലാം അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുമായിരിക്കും.
ലൈക്ക് കോമ്പണൻസ്, ഡിസൈൻ സിസ്റ്റം എല്ലാം അതിൽ തന്നെ നമ്മൾ ആ ഫയൽസ് ആഡ് ചെയ്ത് അവർക്ക് കൊടുക്കും. ചില ടൈമിൽ നമ്മളത് നമ്മളുടെ ജോലി കംപ്ലീറ്റ് ആകുമ്പോൾ അവർ നമ്മൾ റിമൂവും ചെയ്യും. അവർക്കായിരിക്കും ആ ഫയൽ ഫുള്ളുള്ള നോക്കാൻ മെയിൻ്റെനൻസ് എല്ലാവർക്കായിരിക്കും, ഫുള്ളി ആക്സസ് എല്ലാവർക്കായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിനേക്കാളും UX ആണ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് UX പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട്. അവരുടെ അടുത്ത് എന്താണ് കറക്റ്റ്ലി ഗൈഡ് ചെയ്തെടുക്കാൻ? ആക്ച്വലി ഗ്രാഫിക് ഡിസൈൻ ഒരു നല്ല ജോബാണ്, പക്ഷേ ഇന്ത്യയിൽ അത് ഭയങ്കര ഡൗൺ ആണ്. ലൈക്ക് അത് എനിക്കറിയത്തില്ല എന്താ കാര്യം എന്ന്, കാരണം വോളിയം കൂടുതലാണ്, പീപ്പിൾസിൻ്റെ എണ്ണം കൂടുതലാണ്, അതാന്ന് തോന്നുന്നു. പിന്നെ എയുടെ ചെറിയ ഇതുണ്ട്. പക്ഷേ അബ്രോഡ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ജോബ് എപ്പോഴും ഗ്രാഫിക്സ് ആണ്. ബ്രാൻഡിങ്ങിലൊക്കെ ഭയങ്കര സ്കോപ്പാണ്, സാലറി ഭയങ്കര കൂടുതലുമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കണ്ടിരുന്ന ഏകദേശം ഗ്രാഫിക് ഡിസൈനേഴ്സ് എല്ലാം കൺവേർട്ടായി UXലോട്ട് പോയിക്കൊണ്ടിരിക്കുക, UXലോട്ട്. പക്ഷേ അത് നല്ലൊരു കാര്യമാണ്, കാരണം അവർക്ക് കുറച്ചും കൂടെ സാലറി സ്കെയില് കുറച്ചും കൂടെ ഹൈ എൻഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കൂൾ ജോബ് എന്നുള്ളൊരു ഇതുണ്ട് UX എനിക്ക്, അതാണ് മെയിൻലി. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. നമുക്കിപ്പോൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്നൊരു ചലഞ്ചൊക്കെയാണ്, നമ്മളൊരു നല്ലൊരു UI ഡിസൈൻ ചെയ്യും, പക്ഷെ ഡെവലപ്പേഴ്സിന് കൊടുക്കുമ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ആ UI ക്വാളിറ്റി നമ്മൾ കിട്ടുന്ന ഫൈനൽ ഔട്ട് വെബ്സൈറ്റ് നമ്മൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അതിനുള്ള സൊല്യൂഷൻ എന്തായിരിക്കും? അതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ സ്കില്ലബിൾ ഡെവലപ്പേഴ്സ് കുറവാണ് ആക്ച്വലി. അറൗണ്ട് ഒരു 6-7 ഡെവലപ്പേഴ്സോട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓരോ പ്രൊജക്ട്സിനും. പിക്സൽ പെർഫെക്റ്റ് ചെയ്യുന്ന ഡെവലപ്പേഴ്സിനായിരിക്കും എപ്പോഴും വാല്യൂ. അങ്ങനെയുള്ള ഡെവലപ്പേഴ്സ് കുറവാണ് നമ്മുടെ ഇൻഡസ്ട്രി. ഇപ്പം എനിക്കൊരു ഡെവലപ്പറുണ്ട് ഇൻഹോസിൽ, ഞങ്ങൾ ടീമായിട്ട് ഫ്രീലാൻസ് ആയിട്ടിരുന്ന അനീഷ് എന്ന പേര്. അനീഷ് ഞങ്ങൾ ഡിസൈൻ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ നോക്കണ്ട, ലൈക്ക് ഡിസൈൻ ഡെലിവറി ചെയ്താൽ മാത്രം മതി. നമുക്ക് പിന്നെ ഒരു മീറ്റിംഗ് പോലും അറ്റൻഡ് ചെയ്യണം, കാരണം അത്രയ്ക്ക് പിക്സൽ പെർഫെക്റ്റ് പുള്ളി. അങ്ങനെയുള്ള ഡെവലപ്പേഴ്സ് കുറവാണ് സത്യം പറഞ്ഞാൽ. ലൈക്ക് നമ്മളൊരു ഡിസൈൻ കൊടുക്കുമ്പോൾ 100% ആ ക്വാളിറ്റി തരുന്ന ഡെവലപ്പേഴ്സ് കുറവാണ്. പക്ഷേ അതിലൊരു ഫ്യൂ പീപ്പിൾ ഒരാളാണ് അനീഷ് എന്ന് പറഞ്ഞ ഫ്രണ്ട്. അത്യാവശ്യം സ്കില്ലബിളാണ്, അതിന് നല്ല സ്കില്ല് വേണം, ഒരുപാട് നോളജ് ഗെയിൻ ചെയ്യണം, എന്നാലും നമുക്ക് അതുപോലെ ഡെവലപ്പർ ആകാൻ പറ്റത്തുള്ളൂ, ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ. ഓക്കെ, നമുക്ക് ഇപ്പോൾ നെക്സ്റ്റ് ഡൗട്ട്, യൂസർ റിസർച്ച് എന്താണ്? യൂസർ റിസർച്ച് നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം വന്ന്, ലൈക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പം അതിൽ മെയിനായിട്ട് യൂസർ റിസർച്ചിൻ്റെ പാർട്ടാണ് എല്ലാം ചെയ്യുന്നത്. ലൈക്ക് ഡേറ്റ കളക്ട് ചെയ്യുന്നതെല്ലാം ഈ റിസർച്ച് വഴിയാണ്. അത് നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഗോൾസും പ്രൊഡക്റ്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് സക്സസ് ചെയ്യാൻ പറ്റും ഈ യൂസർ റിസർച്ച് വഴി. അങ്ങനെ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു അറൗണ്ട് 2x ബിസിനസ് 10x കൺവേർട്ട് ചെയ്യാൻ ഈ യൂസർ റിസർച്ച് വഴി നമുക്ക് പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ ഒരു പുതിയൊരു പ്രോജക്റ്റ് കിട്ടുവാണ്, ഫസ്റ്റ് മൊബൈൽ ഡിസൈൻ ചെയ്യണോ അതെ ഡെസ്ക്ടോപ്പ് ഡിസൈൻ ചെയ്യണോ? ഇറ്റ്സ് ഡിപ്പെൻഡ്. ലൈക്ക് ഇപ്പോഴത്തെ അറൗണ്ട് 99% മൊബൈൽ യൂസേഴ്സ് ആണ്. അതെ, ഓക്കെ, കാരണം നമ്മളെല്ലാവരും മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ ഡിസൈൻസും ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും ഡെസ്ക്ടോപ്പിലാണ് കൂടുതൽ ടൈം എടുത്ത് ഇരിക്കുന്നത്, മൊബൈലിൽ വലുതായിട്ട് ടൈം എടുക്കാറില്ല എന്ന്. ഓക്കെ, അപ്പോൾ മൊബൈലായിരിക്കും നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. മൊബൈൽ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡിസൈനോട്ട് ചിലപ്പോൾ കൺവേർട്ട് ചെയ്യുന്നത്. അത് കാരണം യൂസേഴ്സ് കൂടുതലുള്ളത് നമ്മൾ മൊബൈൽ സ്കെയിലോട്ടാണ്. അതാണ് നമ്മൾ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് മൊബൈൽ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. UX ഡിസൈൻ പഠിക്കാൻ വരുന്ന ഫ്രഷേഴ്സ് അവർക്ക് ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴും പോർട്ട്ഫോളിയോ ചോദിക്കും. ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എങ്ങനെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം നമുക്ക്? റൂൾ നമ്പർ 1, ഒരിക്കലും പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പം ട്രാവലിംഗ് ആപ്പ്, ഈ ബുക്കിംഗ് ആപ്പ് അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ചെയ്യില്ല. റിയൽ ലൈഫിലൊരു പ്രോബ്ലം ഉണ്ട്, അതിന് സൊല്യൂഷൻ ചെയ്യുമ്പോഴേക്കും എപ്പോഴും ഇമ്പാക്റ്റ്. കാരണം ഞാൻ റീസെൻ്റ്ലി ഹയറിങ് നോക്കിയായിരുന്നു, അപ്പം ഞാൻ കാണുന്നൊരു 99% ഫ്രഷേഴ്സിൻ്റെ പോർട്ട്ഫോളിയോക്കകത്ത് ട്രാവലിംഗ് ബുക്കിംഗ് ഇത് തന്നെ. സത്യം പറഞ്ഞാൽ അതൊരു ഔട്ട്ഡേറ്റഡ് സാധനമാണ്. നമ്മളെപ്പോഴും ചെയ്യുമ്പോഴും ഒരു പുതിയൊരു പ്രോബ്ലം കണ്ട് അതിന് സൊല്യൂഷൻ ആയിട്ടുള്ള കേസ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് ഹുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ നോക്കുന്നത്. ഫ്രഷർ UX പഠിക്കാൻ പറ്റുവാണ്, എങ്ങനെ അത് പ്രോപ്പർലി ലേൺ ചെയ്യണം? ലൈക്ക് നമുക്ക് ഇൻ്റർനാഷണലി കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ലൈക്ക് ഗൂഗിളിൻ്റെ കോഴ്സേറ, NN, IXDF. ഇതൊരു വേൾഡ് വൈഡുള്ളൊരു ലൈക്ക് ഒരു കോഴ്സ് സർവീസസ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് ഗെയിൻ ചെയ്യാൻ പറ്റും നോളജ്. പിന്നെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയിലും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതുവഴിയും നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കളയാം. നമുക്കൊരു ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ ഇത് കാണിച്ചാലും മതി. AI വരുവാണെന്ന് എല്ലായിടത്തും AI ഡിസൈനേഴ്സിൻ്റെ ജോബ് പോകുക എന്നൊക്കെ ഉള്ളൊരു റൂമർ വരുന്നുണ്ട്, എന്താണ് ആക്ച്വലി AI നമുക്കൊരു ഹെൽപ്ഫുള്ളാണ്. ഒരിക്കലും ജോബ് നമ്മുടെ പോകത്തില്ല, പക്ഷേ വോളിയം കുറയ്ക്കും പീപ്പിൾസിൻ്റെ. പണ്ടൊരു 10 പീപ്പിൾസ് ഓർ 20 പീപ്പിൾ ഹയർ ചെയ്യുന്ന സമയത്ത് അറൗണ്ട് 2 or 3 പീപ്പിൾസ് മതി. ഇപ്പം അതാണ് AI യുടെ ഉള്ളത്. AI നമ്മൾ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോവും. കാരണം ഓരോ മാസത്തിലും ഓരോ പുതിയ UX-ൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോവും. അപ്പം ഞാൻ പറഞ്ഞ ഈ നേരത്തെ 2 പേര് 3 പേരൊക്കെ ആ ഒരു ഇതിലോട്ട് നമുക്ക് കയറാൻ പറ്റും. 2 or 1 ഇതിലോട്ടാകും. നമ്മുടെ സാലറി സ്കിൽസ് ഇമ്പ്രൂവ് ആകും. AI വെച്ചുള്ള പുതിയ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ലൈക്ക് ഒരുപാട് ഡിസൈൻസും ഇതെല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും.
ഇപ്പോൾ നമ്മളിപ്പോൾ എയിൽ വരുമ്പോൾ യൂസറിൻ്റെ സെർച്ച് ബിഹേവിയർ എല്ലാം മാറി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈ വോയിസ് സെർച്ചൊക്കെ ചെയ്യുമ്പോൾ ഈ എക്സ്പാർട്ടിലൊക്കെ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? ഇനിയുള്ളൊരു ഫ്യൂച്ചർ ഈ വോയിസോടെ ഒരുപാട് ഇത് വരും. കാരണം മിക്ക ആപ്സും അതിലോട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട് അവർ. സോ അത് വെച്ച് നമുക്ക് ഒരുപാട് ലൈക്ക് ടൈപ്പിങ്ങിലോട്ടുള്ള ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് കുറയുന്നുണ്ട്. ലൈക്ക് ജെൻസി കിഡ്സിനൊക്കെ എപ്പോഴും വോയിസിലോട്ടാണ്. കാരണം ഇപ്പം നോക്കിയാൽ മതി, കൂടുതൽ ചാറ്റ്സും വാട്സപ്പിൽ നമുക്ക് വോയിസ് ആയിരിക്കും, ചാറ്റ്സ് കുറവായിരിക്കും. അപ്പം അത് വെച്ച് നമുക്ക് ഒരുപാട് ഡിസൈൻസ് നമ്മൾ ഒരു ഫോക്കസ് ചെയ്യണം. അതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ നോക്കി അത് എവിടെ പ്ലേസ് ചെയ്യാൻ നോക്കണം. ലൈക്ക് ഇപ്പം എല്ലാ ആപ്സിലും അത് ചിലപ്പം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ചില ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ ആപ്പിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ആ ടൈം നോക്കിയിട്ടും അതിൻ്റെ റിസർച്ച് പാർട്ട് നോക്കിയിട്ടായിരിക്കും നമ്മളവിടെ ആഡ് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അത് യൂസർ റിസർച്ച് പാർട്ടാണ് കൂടുതലും. UI ഡിസൈൻസിന് യൂസ് ചെയ്യാൻ പറ്റിയ AI ടൂൾസ് ഏതൊക്കെയാണ്? ഓക്കെ, റെല്യൂം ഉണ്ട്, UISAD ഉണ്ട്, ലവബിൾ ഉണ്ട്, ഫിഗ്മ AI ഉണ്ട്. ഈ പ്ലാറ്റ്ഫോമൊക്കെയാണ് ബേസിക്കലി ഞാനൊക്കെ യൂസ് ചെയ്യാറ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പുതിയ ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഡിസൈൻ ഇൻസ്പയർ ചെയ്യാൻ പറ്റിയ വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ് ഫോർ UI? ഹൈപ്പോതെറ്റിക്കൽ പ്രൊജക്ട്സ് ആണെങ്കിൽ നമുക്ക് ലൈക്ക് ഡ്രിബിള്, പിൻട്രസ്റ്റ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമൊക്കെ യൂസ് ചെയ്യാം. ബിഹാൻഡ്സ് ഒക്കെ അങ്ങനത്തെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അതേസമയം നമുക്കൊരു റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ വേണമെങ്കിൽ ലൈക്ക് റെഫറോ, മോപ്പിൻ, അതൊക്കെ മൊബൈൽസ് ആപ്പ് ഫുള്ള് കാണും. ലൈക്ക് വെബ്സൈറ്റ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ അവാർഡ്സ്, ലാപ്പാനിഞ്ച ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പേഴ്സണൽ ബ്രാൻഡിങ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഒരു ജോബായാലും ഫ്രീലാൻസ് ആയാലും? സെൽഫ് ബ്രാൻഡിങ് ഒരു കീ ആണ്. ലൈക്ക് ഡിസൈനറെ സംബന്ധിച്ച് സെൽഫ് ബ്രാൻഡിങ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പെട്ടെന്ന് നോട്ടീസ് ചെയ്യാനും ഒക്കെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമുക്കൊരു ഫ്രീലാൻസ് വർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടും ഈ സെൽഫ് ബ്രാൻഡിങ് വഴി. അതാണ് കൂടുതൽ ഈ സെൽഫ് ബ്രാൻഡിങ് നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, നമുക്കിപ്പോൾ ഈ UX ടീമും വെബ് ഡെവലപ്പേഴ്സും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്തൊക്കെയായിരിക്കും? മെയിൻലി നമ്മളിപ്പോൾ ഒരു ഡിസൈനേഴ്സ് ചെയ്ത വർക്ക്സ് ഡെവലപ്പേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ നമുക്കൊരു മീറ്റിംഗ് വെച്ച് കമ്മ്യൂണിക്കേഷൻ ചെയ്യും. കാരണം അതാണ് കീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലൈക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് അവരുടെ പെർസ്പെക്റ്റീവ് നിന്ന് അവർ തിങ്ക് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അത് ഒരുപാട് സ്ട്രഗിൾ, കമ്പനിക്കും ലോസ് ആയിരിക്കും, ആ പ്രൊജക്റ്റിനും അതിനുള്ള ഒരു ഇതുമായിരിക്കും. അതുകൊണ്ടും ഏത് പ്രൊജക്റ്റ് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോഴും ഡെവലപ്പേഴ്സുമായിട്ട് എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ ഒരു ഫ്ലോ കിട്ടത്തില്ല. ലൈക്ക് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ തിങ്ക് ചെയ്യും. അതിനാണ് നമ്മൾ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാം അവിടെ അറ്റാച്ച് ചെയ്തിടുന്നത്. മെയിൻലി ഈ പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? പ്രോട്ടോടൈപ്പ് നമുക്ക് ഇൻട്രാക്ഷൻസ് ആയിരിക്കും. നമുക്ക് ലൈവ് തോന്നും. കറക്റ്റ് നമുക്കൊരു പ്രൊഡക്റ്റ് ലൈവ് യൂസ് ചെയ്യാനാണ് കൂടുതൽ ഈ പ്രോട്ടോടൈപ്പ് ഉപയോഗിക്കാറ്. കാരണം നമുക്കൊരു അത് ഡെവലപ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എത്രയും ടൈം എടുക്കും, ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതേസമയം നമുക്ക് പ്രോട്ടോടൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ ലൈവ് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു യൂസർ എക്സ്പീരിയൻസ് അതിൽ കിട്ടും. അതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്കൊരു ഡെവലപ്മെന്റിന് പോകുന്നതിന് മുമ്പ് ഒരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്തിട്ട് ഡെവലപ്മെന്റിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. അത് നമുക്ക് പ്രോട്ടോടൈപ്പിലൂടെ നമുക്ക് ആ ആപ്പിൻ്റെ ഒരു ലൈവ് മെയിനായിട്ട് കാണാൻ പറ്റും. ഓക്കെ. നമുക്കിപ്പോൾ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ മൊബൈലിൽ തന്നെ പല വേരിയേഷൻസ് ഉള്ള ഫോൺസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാത്തിലും ഓരോരോ സൈസൊക്കെ ആയിരിക്കില്ലേ? അതിന് നമ്മൾ മെയിൻലി ഹൈറാർക്കി ആദ്യം ഫിക്സ് ചെയ്യണം. ഓക്കെ, അതൊരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ഫസ്റ്റ് നമ്മൾ ഹൈറാർക്കി ഫിക്സ് ചെയ്തേ പോവുള്ളൂ. അതുപോലെ ഫോണ്ട് ചൂസ് ചെയ്യുമ്പോൾ അറൗണ്ട് 1 or 2 മാക്സിമം. ഞാൻ മെയിൻലി 1 ഫോണ്ട് യൂസ് ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ച് ആപ്പിലൊക്കെ ഒരു ഫോണ്ട് യൂസ് ഉള്ളൂ. മെയിൻലി ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഡർ, സദോഷി അങ്ങനത്തെ ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഗൂഗിൾ ഫോണാണ് ആദ്യം ശ്രദ്ധിക്കണം. കാരണം ഡെവലപ്പേഴ്സിന് അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഡെവലപ്പ് ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്കിപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഫോൺസ് ഏതൊക്കെയാണ്? ലൈക്ക് സദോഷി വരും, ഇൻഡർ വരും, ഔട്ട്ഫിറ്റ് വരും, ആക്സിഫോമ, ഇങ്ങനത്തെ ഫോണ്ടായിരിക്കും കൂടുതൽ ട്രെൻഡിങ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഡിസൈൻ പഠിക്കാൻ ഡിഗ്രി ആവശ്യമുണ്ടോ? ഡിസൈൻ പഠിക്കാൻ നമുക്ക് ഡിഗ്രിയുടെ ആവശ്യമില്ല. പക്ഷേ ഒരു ജോബിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസൈൻ മസ്റ്റ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസ് പറയും സ്കില്ലാന്ന്. ബട്ട് ഒരു Tier 1 Tier 2 MNC നമ്മൾ നോക്കുവാണെങ്കിൽ ഡിസൈൻ ഡിഗ്രി മസ്റ്റ് ആയിരിക്കും. അതേസമയം ഒരു നോർമൽ ലൈക്ക് സർവീസ് റിലേറ്റഡോ ഓർ സ്റ്റാർട്ടപ്സിലോ നമുക്ക് സ്കില്ലായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അവിടെ നമുക്ക് ഗ്രാജുവേഷൻ ആവശ്യം പറ്റത്തില്ല. നമുക്ക് സ്കില്ലായിരിക്കും. പിന്നെ ഫാസ്റ്റ്, നമ്മുടെ സ്പീഡ് അതിലായിരിക്കും കൂടുതൽ നോക്കുന്നത്. അപ്പം ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദി കമ്പനി ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓരോ കമ്പനിക്കും ഓരോ ഇതുണ്ട്, റൂൾസ് ഉണ്ട്. അപ്പം
അത് വെച്ചായിരിക്കും അവർ മെയിൻലി നോക്കുന്നത്. ഓക്കെ, നമുക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ഒരു സ്കിൽ കോഴ്സ് പഠിക്കുന്നതിന് അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ലൈക്ക് അത് ഈ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പറയുന്നൊരു ഐഡിയ ആണ്, +2 മാത്രം മതി. പക്ഷേ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങൾക്കൊരു ഡ്രീം കമ്പനി പോലത്തെ കമ്പനിയിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മസ്റ്റായിട്ട് ഗ്രാജുവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസൈൻ ഗ്രാജുവേഷൻ സ്റ്റാർട്ടപ്സിലും ഈ സർവീസ് ബേസ്ഡ് കമ്പനീസിലും ഗ്രാജുവേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, നമുക്ക് ബെറ്റർ ഒരു ഗ്രാജുവേഷൻ എപ്പോഴും ബെറ്റർ. ആ ഒരു കോളേജ് ലൈഫൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് മാക്സിമം ഡിസൈൻ തന്നെ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. കണക്ഷൻസ് ഒക്കെ ബിൽഡ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ, സ്കില്ലിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്കൊരു ചില കമ്പനീസിന് Tier 1 Tier 2 ഇങ്ങനത്തെ MNCs എന്തായാലും ഗ്രാജുവേഷൻ മസ്റ്റാണ്. അതും ഡിസൈൻ ഗ്രാജുവേഷൻ മസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, കാരണം 10 year പ്ലസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷേ ഗ്രാജുവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, പക്ഷെ എല്ലാവരും പറയും ഗ്രാജുവേഷൻ അല്ല, സ്കില്ലാന്ന്. പക്ഷെ നമ്മൾ ഇതുപോലെ Tier 2 Tier 1 ഒക്കെ പോവുകയാണെങ്കിൽ ഗ്രാജുവേഷൻ മസ്റ്റാണ്. ഓക്കെ, ഡിഗ്രി ഉണ്ടായിരിക്കുന്നതാണ് ഒരു ബെനിഫിറ്റ് ആണ്, നല്ലത്. എപ്പോഴും നല്ലത് ഗ്രാജുവേഷൻ ഉള്ളതായിരിക്കും. ഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞിട്ടും അത് ഒരു 1% ആൾക്കാരൊക്കെ അങ്ങനെ സർവൈവ് ചെയ്ത് രക്ഷപ്പെട്ടു പോയി. അത് കുറവാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് മാസീവ് സ്കില്ല് വേണം. പിന്നെ ഇതിലൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ഡിഗ്രി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിഗ്രി എന്തായാലും മസ്റ്റാണ്. ഡിഗ്രി മസ്റ്റാണ്. അത് ഡിസൈൻ ഡിഗ്രി തന്നെയായിരുന്നു ഏറ്റവും നല്ലത്. അതെ. നമുക്ക് ലൈഫിൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്തായിരുന്നു? ഇൻസ്പയർ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ ഈ മൾട്ടിമീഡിയ പഠിക്കാൻ പോയ സമയത്ത് എന്നോട് എൻ്റെ ഫാമിലിയുടെ ഒരു മെമ്പർ പറഞ്ഞ് പഠിക്കണ്ട, ഒന്നും കാര്യമില്ല, ലൈഫില്ല, വേറെ എന്തെങ്കിലും പഠിക്കാൻ നോക്കുന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് അന്ന് പുള്ളിയെ ഇങ്ങനെ അമ്മയോട് പറഞ്ഞത് പുള്ളിയുടെ മക്കള് ലൈക്ക് ഒരു കോളേജിൽ കിട്ടി, ഞാൻ പേര് പറഞ്ഞില്ല, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പം അവിടെ കിട്ടി, അതുകൊണ്ട് ലൈഫ് സൂപ്പറാവും, നീ ഇങ്ങനെ നടന്നു, അങ്ങനെ ഡ്രാമാറ്റിക് രീതിയാണ് പറഞ്ഞത്. അപ്പം എനിക്കത് കേട്ടിട്ട് ചെറിയ വിഷമമൊക്കെ, നമുക്കൊന്നും പറയാനില്ല ആ സമയത്ത്. അപ്പോൾ അതും കേട്ട് നിൽക്കുന്നു. പിന്നെ ഹാർഡ് വർക്ക് ചെയ്തു, ഡിസൈൻസൊക്കെ ഒരുപാട് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ലൈക്ക് പിന്നെ ഞാനൊരു പോർട്ട്ഫോളിയോ സ്വന്തമായിട്ട് ചെയ്തു, അതെനിക്ക് അവാർഡ്സ് നോമിനിയായി. ആ സമയത്ത് ഞാൻ പറഞ്ഞ കോളേജിലെ അവർ എന്നെ വിളിച്ച് അവിടുത്തെ ചീഫ് ജഡ്ജായിട്ട് ലൈക്ക് ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ. അപ്പം ഒരു വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ച് അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല എനിക്ക്. കാരണം പുള്ളി അന്ന് പറഞ്ഞ ആ സെയിം കോളേജിൽ തന്നെ എനിക്ക് അവിടെ പോകാൻ പറ്റി. അവിടുത്തെ ചീഫ് ജഡ്ജായിട്ട് ചെന്നു, ആ ഇവൻറ്റ് ഫുള്ള് അറ്റൻഡ് ചെയ്തു. അതൊക്കെ ഒരു വലിയൊരു ഇതായിട്ട് ഞാൻ എപ്പോഴും. നമുക്ക് ഫ്രീലാൻസിങ് പ്രൊജക്റ്റ് എങ്ങനെയൊക്കെ കിട്ടുന്നത്? അതും മെയിൻലി ഞാൻ സെൽഫ് ബ്രാൻഡിങ് ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക് എടുക്കും. ലൈക്ക് ലിങ്ക്ഡിൻ ആണ് എൻ്റെ ബേസിക്കലി എനിക്ക് കൂടുതൽ കണക്ഷനും ലൈക്ക് വർക്ക്സ് കൺവേർട്ട് ചെയ്യുന്നതും ലിങ്ക്ഡിൻ വഴിയാണ്. നമ്മൾ വർക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ഐഡായിട്ടൊരു ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസിനകത്തിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ചിലപ്പോൾ ആ ഡിസൈൻ ഇഷ്ടപ്പെടുമായിരിക്കും, നമ്മളെ കണക്ട് ചെയ്യും. കാരണം അവർക്ക് എന്തായാലും ഒരു ഫ്രീലാൻസ് കാണും. മിക്ക ടീംസ് മാനേജേഴ്സിനാണെങ്കിൽ അവർക്ക് വേറെ വഴി ഇത് വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് എനിക്ക് മോസ്റ്റ് ഓഫ് ഇതും വരുന്നത്. പിന്നെ അല്ലാതെ പ്ലാറ്റ്ഫോം വഴി ഫൈവർ അങ്ങനത്തെ പ്ലാറ്റ്ഫോം വഴി നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ എനിക്കൊരു പേഴ്സണലി കുറച്ചും കൂടി എളുപ്പം ലിങ്ക്ഡിൻ ആയിരിക്കും. കാരണം കൂടുതൽ പ്രൊഫഷണൽസ് അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് ലൈവ് പ്രൊജക്ട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലൈക്സ് ബേസ് കയറുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ചാൻസസ് ഹൈ ആണ്. നമുക്ക് ഫൈവറിൽ കണ്ടുവരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് അതില് പ്രോപ്പറായിട്ട് അത് ഒപ്റ്റിമൈസ് ചെയ്ത് അതുകൊണ്ടാണ് ചെയ്ത് ഗിഗ് റാങ്ക് ചെയ്ത് വന്നു കഴിഞ്ഞാല് കറക്റ്റ് പ്രൊജക്റ്റുകൾ കിട്ടത്തുള്ളൂ. അതിനെക്കാട്ടി എളുപ്പമാണ് ലൈക്ക് ലിങ്ക്ഡിൻ അത് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായാലും നമുക്ക് പെട്ടെന്നുള്ള ഇതായിരിക്കും. പക്ഷെ അത് നമ്മൾ അത്രയും സ്കിൽ ഡിസൈൻ അപ്ഡേറ്റ് ചെയ്താലേ കിട്ടാൻ ചാൻസസ് ഹൈ ആകത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഹൈ ആകത്തില്ല. പിന്നെ ബിഹാൻഡ്സ് വഴി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ബിഹാൻഡ്സ് വഴി പ്രൊജക്റ്റ് നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട് സർക്കിൾ അങ്ങനെയുള്ള ഇത് വെച്ചും നമുക്ക് കിട്ടാൻ പറ്റും. പിന്നെ നമ്മൾ ഇവൻറ്റ്സിനൊക്കെ പോകുക, ലൈക്ക് ഫിഗ്മയുടെയൊക്കെ ഇവൻ്റൊക്കെ വരുവാണെങ്കിൽ അതിന് പോകും. അതിന് കുറേ ഡിസൈനേഴ്സോട് മീറ്റപ്പ് ചെയ്യുമ്പോൾ അവരുടെ നിന്നൊക്കെ ചിലപ്പോൾ കണക്ഷൻ വഴി കുറച്ച് വർക്ക്സ് കിട്ടാൻ എളുപ്പമായിരിക്കും. ഓക്കെ, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യം. നമുക്കിപ്പോൾ ഈ പ്രൊജക്റ്റുകളൊക്കെ കിട്ടുമ്പോഴേ ക്ലയൻസിൻ്റെ റെഫറൻസ് ചോദിച്ച് വാങ്ങാറുണ്ടോ? ലൈക്ക് ടെസ്റ്റിമോണിയൽസ് അല്ല, ഷുവർ. ഇപ്പം നമ്മളൊരു 100% നമ്മൾ വർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് ഉറപ്പായിട്ട് റെഫർ ചെയ്യും. കാരണം എനിക്ക് ഫസ്റ്റ് വന്ന ക്ലയൻറ്റിൽ നിന്ന് റെഫർ ചെയ്താണ് വേറെ ക്ലയൻറ്റ് വന്നത്, അവർ ഞങ്ങൾക്ക് വേറെ റെഫറൻസ് കിട്ടി. അപ്പം അത് നമുക്ക് മൗത്ത് പബ്ലിസിറ്റി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര ഡിജിറ്റലി തള്ളിയെന്ന് പറഞ്ഞാലും മൗത്ത് പബ്ലിസിറ്റി കിട്ടുമ്പോൾ നമുക്ക് അതിൽ മെനക്കെടാറില്ല. പക്ഷെ അത് കുറവായിരിക്കും. കാരണം ചിലർക്ക് അത് റിവീൽ ചെയ്യാൻ ഒരു താല്പര്യം കുറവുണ്ട്. നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും.
കാരണം എനിക്ക് യൂസ് ആയിട്ടുള്ള ഒരു സംഭവം. സുഖമാണ്. എനിക്ക് 2-3 പ്രൊജക്റ്റ് കിട്ടിയത് റഫറൽ വഴി തന്നെ കിട്ടുക. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയും റഫറൽ വഴിയാണ് കൂടുതൽ. പുള്ളി ബ്രാൻഡിങ് ഒന്നും ചെയ്തിട്ട് പോലും ലൈക്ക് പുള്ളി ലിങ്ക്ഡിനിൽ പോലും അപ്ഡേറ്റ് അല്ല. പക്ഷെ പുള്ളിക്ക് പുള്ളിയുടെ വർക്ക്സിൻ്റെ ഒരു ഇതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദി വരുന്നത് മൗത്ത് പബ്ലിസിറ്റിയും റഫറലുമാണ്. നമ്മൾ എന്തായാലും നല്ലൊരു ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 100% വരും. നമുക്ക് ഇത് ഓൺബോർഡാവാൻ ഭയങ്കര ഈസിയാണ്. ടൈം മറ്റേന്ന് വെച്ചാൽ നമ്മളൊന്ന് ജസ്റ്റ് വന്ന് ചോദിക്കും, പിന്നെ ഒരു അപ്ഡേറ്റ് ഇല്ല പോകും. അങ്ങനെ ടൈം നമ്മുടെ മീറ്റിംഗ് ഒക്കെ ആയിരിക്കും, അതിൽ കേട്ട് നമുക്കൊരു അപ്ഡേറ്റ് ഇല്ല. അതേസമയം നമുക്ക് റഫറലാണെങ്കിൽ 100% ഉറപ്പായിരിക്കും. മോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ് ലോക്ക്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ ഈസിലി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസൈനേഴ്സൊക്കെ നിങ്ങൾ നല്ല ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെഫറൻസും ചോദിച്ച് തന്നെ വാങ്ങാന്നുള്ളതാണ്. പിന്നെ ടെസ്റ്റിമോൾസ് മേടിക്കുക. പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റിമോൾസ് അത് നമുക്ക് സോഷ്യൽസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക. വേറെ ഒരു ക്ലയൻറ്റ് സൈഡ് നോക്കുമ്പോൾ പലരും നല്ല വർക്ക് ചെയ്യും, പക്ഷെ ഇതൊന്നും ചെയ്യാറില്ല. ഇതൊക്കെ നാട്ടുകാർ അറിഞ്ഞാലേ രക്ഷയുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ. പിന്നെ ചിലർക്ക് വെച്ചാൽ അവരുടെ കമ്പനി അറിയിക്കാൻ ഇഷ്യൂ വരും. കാരണം അവർ ഓൺ ബോർഡിങ് പ്രോസസ്സ് തന്നെ പറയുന്നുണ്ട് ഫ്രീലാൻസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അതുപോലെ ചിലർ ഹൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവർ ചെയ്യാൻ ഫ്യൂച്ചറിന് ചിലപ്പം ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഡിസൈൻസും മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസും ഇതോട്ട് പോകും, ഫ്രീലാൻസിലോട്ട് പോകും. ഒരു ഹ്യൂജ് മാർക്കറ്റ് ഉണ്ട്. അതെ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഭീകര മാർക്കറ്റിംഗ് ഉണ്ട്. ആയിട്ട് വർക്ക് ചെയ്താൽ ഏറ്റവും ബെറ്റർ ഫ്രീലാൻസിംഗ് ആണ്. പക്ഷെ നമുക്ക് ചില ക്ലയൻസ് നമുക്ക് ഗോസ്റ്റിംഗ് തരും, പേയ്മെന്റ് ഡിലേ വരുന്നുണ്ട്, അങ്ങനത്തെ ചില ഇഷ്യൂസേ ഉള്ളൂ. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് ഫ്രീലാൻസിംഗ് ആണ്. അതെ, പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം, ഫുൾ ടൈം എൻജോയ്മെന്റ് അങ്ങനെ ആയിരിക്കും. പക്ഷെ അതിനനുസരിച്ചുള്ള ഇതുകൊണ്ട്, കാരണം ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ട്രസ്റ്റും ടൈമിങ് പോയാൽ പിന്നെ നമ്മുടെ അപ്പോൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഓൺ ടൈമിൽ പ്രൊജക്ട് ഡെലിവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കുക. പിന്നെ ഫിയർ വരും ആൾക്കാർ, കാരണം ട്രസ്റ്റ് പോയാൽ ടൈമിന് വർക്ക് കിട്ടുമോ, ആ ഒരു സംഭവം കേരള ഫ്രീലാൻസ് നെറ്റ്വർക്കിലുണ്ട്. കാരണം എനിക്കൊരു പ്രൊജക്റ്റ് വന്ന സമയത്തും ബാംഗ്ലൂർ ബേസ്ഡ് ക്ലൈൻ്റ് ആയിരുന്നു. അവർ ഫസ്റ്റ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ മല്ലു പീപ്പിൾസ് ഞങ്ങൾക്ക് വേണം. കാരണം അവരൊരു നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്ന് ഒരു ക്ലൈൻറ്റ് ഒരു ഡിസൈനറെ ഹയർ ചെയ്തിട്ട് അവർ ഇത്ര ഒരു ബഡ്ജറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് പുള്ളി ഗോസ്റ്റിംഗ് ആയി. പിന്നെ ഒരു അറിവില്ല, പിന്നെ വിളിച്ച ഫോൺ എടുക്കത്തില്ല, അങ്ങനെ ആയി. ഈവൻ അവർ നോർത്ത് ഇന്ത്യൻസ് ആണ്, അവർ ബാംഗ്ലൂരിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അവർ ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് പണ്ടുള്ള ഡിസൈനർ മല്ലു ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് മല്ലു ഡിസൈൻസ് തന്നെ കാണാം. അപ്പം ഞങ്ങൾ ചോദിച്ചാൽ എന്താ, ഞങ്ങൾക്ക് ട്രസ്റ്റാണ് കൂടുതൽ മല്ലു ഡിസൈനേഴ്സ്, പിന്നെ നല്ല ഡിസൈൻസ് സെർവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് മല്ലു പീപ്പിൾസ് തന്നെ വേണമെന്നൊരു പറഞ്ഞിട്ടുണ്ട്. അതെ, നമുക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം ഡിസിപ്ലിൻ ഇല്ലായ്മയാണ്. പിന്നെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഡിസൈനെ സംബന്ധിച്ച് കീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കതൊരു സ്കില്ല് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടത്, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാലേ നമുക്കൊരു ഫ്യൂച്ചറിലോട്ട് പോകാനും ലൈക്ക് ഗ്രോ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് UX നോക്കാതെ UI മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാം? പെട്ടെന്നൊരു ആൻസർ പറയുകയാണെങ്കിൽ ബ്യൂട്ടി വിത്തൗട്ട് ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വിഷ്വലി കാണാൻ ഭയങ്കര എസ്തറ്റിക് എന്ന് പറഞ്ഞിട്ടും UX നോക്കാൻ ചെയ്യാൻ നമുക്കത് ആ പ്രൊഡക്റ്റ് സക്സസ് ആകത്തില്ല. UX മസ്റ്റാണ്. കാരണം ഒരു ഡിസൈൻ നമുക്കൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും അതൊക്കെ നമുക്ക് UXൻ്റെ ഇത് വെച്ചാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ റിസർച്ചും ഒക്കെ പോയിട്ടാണ് നമുക്ക് യൂസർ റിസർച്ച് ടീമുണ്ട്, അവർ റിസർച്ചിൻ്റെ ആ ഡേറ്റയാണ് UX ടീം കൊടുക്കുന്നത്. അപ്പം അത്രയും ഡീപ്പായിട്ട് ഇറങ്ങി ചെന്നാലേ നമുക്ക് UX ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യാത്ത പ്രൊജക്ട്സാണ് കൂടുതലും ഫ്ലോപ്പായി പോകാൻ ചാൻസസ് ഹൈ ആകുന്നത്. ലൈക്ക് UI മാത്രം പോരാ, UX ആണ് മസ്റ്റ്. അതെ ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ് കണ്ടുവന്നത് ഈ സെർച്ച് എക്സ്പീരിയൻസ് ഒപ്റ്റിമൈസേഷൻ പോലുള്ള. അപ്പോൾ SEO പഠിച്ചവർ ഈ UX പഠിക്കാൻ വരുന്നുണ്ട്. അതൊരു പുതിയ ഭീകര സ്കോപ്പ് വരുന്നൊരു ഫീൽഡാണ്.
അത് അവരും കൂടുതൽ റിസർച്ചും പാർട്ടി കിടന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതുണ്ട്. പക്ഷെ നമുക്കത് പ്രോപ്പറായിട്ട് അതൊരു കോഴ്സസോ ഓർ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്രയും നമ്മൾ എഫേർട്ട് ഇടണം, എന്നാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. ഒരു UX ഡിസൈനർ എന്ന് പറയുമ്പോൾ നമുക്കൊരു പില്ലർ എന്നൊക്കെ വേണം പറയണം, ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പില്ലറാണ് സത്യം പറഞ്ഞത്. അപ്പം അത് പെട്ടെന്ന് നമുക്ക് ഇതായിട്ട് പോകാൻ പറ്റത്തില്ല. അത്രയും എഫേർട്ടും ടൈമും ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ പുതിയ പുതിയ പ്രൊഡക്ട്സ്, ഓരോ പ്രൊഡക്റ്റ് വർക്ക് ചെയ്താൽ നമുക്കൊരു ഗെയിൻ ചെയ്യാൻ പറ്റും നോളജ്. എന്നാൽ മാത്രം നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കതിൽ SEO അറിയണം, UX അറിയണം, പ്രൊഡക്റ്റ് നോളജ്, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി UX ഡിസൈനർ അറിയാം. ഒരു ബേസിക്കലി UX ഡിസൈനർ ഇതെല്ലാം അറിയാം. ആണെങ്കിൽ ഞാൻ മെയിൻലി ഫോക്കസ് UIയിലാണ്. ഇപ്പം UX ഒരു പില്ലർ തന്നെയാണ് UX. കാരണം അവർ വരുന്ന ഡേറ്റ വെച്ചാണ്, ലൈക്ക് വയർ ഫ്രെയിംസ് വെച്ചാണ് നമ്മളത് വിഷ്വലി എസ്തെറ്റിക് ആക്കി പീപ്പിൾസിന് ലൈക്കബിൾ ആയിട്ട് രീതി ചെയ്ത് വെക്കുന്നത്. ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻ ഇപ്പോൾ നമ്മളൊരു കറൻറ്റ്ലി ഒരു സ്റ്റുഡിയോ റൺ ചെയ്യുന്നുണ്ട്. അത് ഗ്രോ ചെയ്യുക, ലൈക്ക് വേൾഡ് വൈഡ് കുറച്ച് സ്റ്റുഡിയോസൊക്കെ ഉണ്ട്, അവരെ പോലെയൊക്കെ ആകാൻ നോക്കുക. അതാണ് മെയിൻലി എൻ്റെ കോഫൗണ്ടറിൻ്റെയും ഒരു ഇത് നോക്കും. ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. മേ ബി ഒരു 1 or 2 year സബ്ബൈക്കട്ടെ നിങ്ങൾ 2 year അല്ല, എന്തായാലും അറൗണ്ട് 5 year പ്ലസ് വേണ്ടി വരും. അത് അപ്പോൾ അതിൻ്റെ ഒരു പാത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഗൗതത്തിൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലും ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ്ക്ക് വേണ്ടിയിട്ടൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സും ക്രിയേറ്റേഴ്സും ഫ്രീലാൻസേഴ്സും അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഉണ്ടാവും ഈ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പുകളെ കുറിച്ചുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാം. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവരിൽ ജോയിൻ ചെയ്യുക.